നിയമസഭയിലെ വന്ദേമാതരം വിവാദത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഗവർണറുടെ സാന്നിധ്യമുള്ളപ്പോൾ പൂർണ്ണമായും വായിക്കേണ്ടതായിരുന്നു. പൂർണ്ണമായി ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. നടന്നത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും ഇത് സ്പീക്കറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും ഗവർണർ പറഞ്ഞു. ഏതായാലും നിയമസഭയിൽ വന്ദേമാതരം മുഴുവനായി വായിക്കാത്തതിൽ ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അതൃപ്തി പ്രകടിപ്പിക്കുകയാണ്. ഗവർണറിന്റെ സാന്നിധ്യമുള്ളപ്പോൾ വന്ദേമാതരം പൂർണ്ണമായും വായിക്കണമായിരുന്നു എന്നതാണ് ഗവർണർ പറയുന്നത്. പൂർണ്ണമായും ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെന്നും എന്നാൽ നടന്നത് പ്രോട്ടോകോൾ ലംഘനമാണ് എന്നതുമാണ് ഇപ്പോൾ ഗവർണർ പറയുന്നത്. ഇത് സ്പീക്കറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കേണ്ടതില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആദ്യ 2 ഭാഗങ്ങളാണ് ദേശീയ ഗീതമായി ആലപിക്കേണ്ടത്. പൂർണ്ണമായും ആലപിക്കുകയെന്നത് RSS അജണ്ട നടപ്പിലാക്കേണ്ടതില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഏതായാലും നിയമസഭയിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്നില്ല എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും പറയുന്നത്. ആദ്യ 2 ഭാഗങ്ങളാണ് ദേശീയ ഗീതമായി ആലപിക്കേണ്ടത്. പൂർണ്ണമായും ആലപിക്കുക എന്നത് RSSന്റെ അജണ്ടയാണെന്നും ആ അജണ്ട നടപ്പിലാക്കേണ്ടതില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു. നിയമസഭയിൽ വന്ദേമാതരം മുഴുവൻ ആലപിക്കാത്തതിനെതിരെ BJP. സർക്കാർ ജമാഅത്തെ ഇസ്ലാമിക്കും CPIM-നും വഴങ്ങിയെന്ന് BJP നേതാവും MLA-യുമായ V. മുരളീധരൻ ആരോപിച്ചു. ദേശീയ ഗീതം മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്തത് എന്ന അവരുടെ വാദം സർക്കാർ അംഗീകരിക്കുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. 1896-ൽ കോൺഗ്രസ് ദേശീയ സമ്മേളനത്തിൽ ആദ്യമായി ആലപിച്ച വന്ദേമാതരത്തോട് എന്നു മുതലാണ് കോൺഗ്രസിന് അയിത്തം തുടങ്ങിയതെന്ന് VD സതീശൻ വ്യക്തമാക്കണമെന്നും V. മുരളീധരൻ പറഞ്ഞു. നിയമസഭയിൽ വന്ദേമാതരം മുഴുവൻ ആലപിക്കാത്തതിനെതിരെ ഇപ്പോൾ BJP-യും രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാർ ജമാഅത്തെ ഇസ്ലാമിക്കും CPIM-നും വഴങ്ങി എന്നതാണ് BJP നേതാവായ V. മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റുള്ളത്. ദേശീയ ഗീതം മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്തത് എന്ന അവരുടെ വാദം സർക്കാർ അംഗീകരിക്കുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും 1896-ൽ കോൺഗ്രസ് ദേശീയ സമ്മേളനത്തിൽ ആദ്യമായി ആലപിച്ച വന്ദേമാതരത്തോട് എന്നു മുതലാണ് കോൺഗ്രസിന് അയിത്തം തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കണമെന്നും V. മുരളീധരൻ ആവശ്യപ്പെട്ടു.